ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്ന് തിരുവാതിരയാണെന്നറിയാം. എല്ലാവർക്കും ഒരു തിരുവാതിരയ്ക്ക് എന്നാൽ നല്ലൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റമാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാ വീട്ടിലും ഉണ്ടാക്കുമെന്നറിയാം, എന്നാലും നമ്മൾ ഓരോ വീട്ടിലും ഓരോ സ്റ്റൈലിലല്ലേ ഉണ്ടാക്കുക. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഇതിങ്ങനെയാണ് കൂവ വരികയെന്നാണ്. അപ്പോൾ ഞാൻ പുറത്തൊന്നും മേടിച്ചിട്ടില്ല. ഇത് നമ്മളിവിടെ ഉണ്ടാക്കിയ കൂവയാണ്. ഇതുപോലെ ആണ് കൂവ. ഈ കൂവ നല്ലോണം പൊടിച്ചെടുത്തിട്ട് ഞാനത് അടുത്ത കൊല്ലത്തേക്ക് വെക്കും. അപ്പോൾ കഴിഞ്ഞ കൊല്ലം കുറച്ച് കൂവ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഈ കൊല്ലം എടുക്കുന്നത്. അപ്പോൾ ഇക്കൊല്ലത്തെ കൂവ അടുത്ത കൊല്ലം അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് നാളികേരം, ഒരു 8 ഏലക്കായ, ഒരു 2 പഴം, മീഡിയം സൈസിലുള്ള പഴമാണ്. വലുതാണെങ്കിൽ ഒരു പഴം മതി. ഒരു 150 ഗ്രാം കൂവയുടെ പൊടിയാണ് എടുത്തത്. നല്ല പൊടിയാണ് കേട്ടോ, ഇവിടെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് നല്ല പൊടിയാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുക കുറച്ച് മൈദയൊക്കെ കലരും, കുഴപ്പമില്ല. നമുക്ക് പുറത്തുനിന്നേ കിട്ടാറുള്ളൂ. ഇത് നമുക്ക് അധികം ആൾക്കാർക്ക് വീട്ടിലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ ഞാനത് കൂവ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ കലക്കി വെച്ചാൽ ഒരു രണ്ട് പ്രാവശ്യം നമുക്ക് അതിൻ്റെ മുകളിൽ ആ തെളിഞ്ഞ വെള്ളം ഒഴിവാക്കി കളയണം. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വെള്ളം വെച്ചിട്ടാണ് അത് നല്ലോണം ഗ്യാസിൽ വെക്കാൻ പോകുന്നത്. അപ്പോഴേക്കും നമുക്കൊരു 6 ആണി ശർക്കര ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം കുറച്ച് കുറവ് വേണ്ടവർക്ക് ശർക്കര ഒന്ന് കുറയ്ക്കുക, ഒരു 4 ആണി ഒക്കെ എടുത്താൽ മതി. അങ്ങനെ ഞാൻ അത് നല്ലോണം അടുപ്പത്ത് വെച്ചിട്ട് കൂവ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. കൂവ നല്ലോണം ഒന്ന് ഇളക്കുന്നതിന് ചൂടാവുന്നതിന് മുന്നേ പഴവും നാളികേരം ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് ചൂടായതിന് ശേഷം ഞാനിവിടേക്ക് ശർക്കരയാണ് ഇടാൻ പോകുന്നത്. കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെയാണ്, പക്ഷേ കുറച്ചും കൂടി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അത് പൊന്തും. അപ്പോൾ വെള്ളം പോരാതെ വരും. അപ്പോൾ കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് ആ ശർക്കരയും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. കൈവിടാതെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഇളക്കി വരണം. അപ്പോൾ നമുക്ക് കാണാൻ കുറുകി വരുന്നത്. അങ്ങനെ ശർക്കരയൊക്കെ ഇതിലേക്ക് അലിഞ്ഞിട്ട് ഇതിൻ്റെ കളറൊക്കെ മാറും. നിങ്ങൾക്ക് ശർക്കര വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കുക. അപ്പോൾ നല്ല വെള്ള കളറിൽ വരും കൂവ. ഞാനിവിടെ 2 സ്റ്റൈലിലും വെക്കാറുണ്ട്. തിരുവാതിരയ്ക്ക് മാത്രമല്ല, ഇടയ്ക്കൊക്കെ ഞാൻ കൂവ വരകാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ശർക്കരയാണ് ഞാനിവിടെ ഉപയോഗിച്ചത്. നല്ല കളറാണ് ശർക്കര. ഈ ഒരു ബ്രൗൺ കളറിൽ ആണ് വരിക, ഗോൾഡൻ ബ്രൗൺ കളറാണ് വരിക. മറ്റേതൊരു വെള്ള കളറാണ് വരിക പഞ്ചസാര ഇട്ടാൽ. അങ്ങനെ ഞാൻ നല്ലോണം ശർക്കര കലിഞ്ഞ് ഇതിലേക്ക് നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. പഴവും ശർക്കരയും നാളികേരവും എല്ലാം കൂടി മിക്സായപ്പോൾ ഏലക്കായുടെ പൊടിയൊക്കെ വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അങ്ങനെ എല്ലാം വരകിയിട്ടുണ്ട്. ഇത് നല്ലതാണ്, വയറിനും നല്ല ഒരു സാധനമാണ് കൂവ. അപ്പോൾ എല്ലാവരും ഒന്ന് വരകാൻ നോക്കണം. അല്ലാത്ത ടൈമിലും നമുക്ക് കഴിക്കാൻ പറ്റിയൊരു സാധനമാണ്. വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം, അവരും കഴിച്ചോളും. അങ്ങനെ ഞാൻ ഏകദേശം കൂവ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ഹലുവ പോലെ ഇങ്ങനെ കട്ടിയിൽ വരണം എന്നുണ്ടെങ്കിൽ നല്ലോണം വരക്കി നല്ലോണം ഡ്രൈ ആയി വരുന്നവരെ നമുക്കൊന്ന് വരക്കി വെക്കണം. ഞാനിവിടെ ഒരുപാട് കട്ടിയാക്കുന്നില്ല, എന്നാലും അത് ലൂസും ആവുന്നില്ല. അങ്ങനെ ഞാനൊരു 2 ഇതുപോലെ ആക്കിയാൽ നമുക്കിവിടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടിയാക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഇതേ ഒരു രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ റെഡി ആവുന്നുണ്ട്. ഇതുപോലെ ആയാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിടാം. എന്നിട്ട് നമുക്കതൊരു നല്ലൊരു പാത്രത്തിലേക്ക്, നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അത് ഷേപ്പിൽ ഒഴിച്ചിട്ട് വയ്ക്കുക. അപ്പോൾ ഞാൻ 2 പാത്രത്തിലാക്കി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ തണുത്താൽ നമുക്കിത് അതുപോലെ കയ്യിലൊട്ടാതെ ഇരിക്കും. അങ്ങനെ വേറൊരു പാത്രം വെച്ചിട്ട് നമുക്കൊന്ന് അതിലേക്ക് എടുത്ത് വെക്കുക. അതുപോലെ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് പാത്രത്തിൽ ഇത്തിരി എണ്ണയോ നെയ്യോ എന്തെങ്കിലും തടവിയിട്ട് ഇത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടും. ഇത് ഭംഗിയെ കാണാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഞാൻ ഒന്ന് കോരിയെടുത്ത് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ ഞാൻ ഒരുപാട് കട്ടിയായിട്ടില്ല. നിങ്ങൾക്ക് ഇനി കട്ടി വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഡ്രൈ ആക്കിയിട്ട് ഒഴിച്ച് വെച്ചാൽ മതി. അപ്പോൾ നല്ല ഹൽവ പോലെ ഇങ്ങനെ കട്ടിയിലിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇത് ഒരുപാട് കട്ടിയുമില്ല, ഒരുപാട് ലൂസും ഇല്ല. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഇനി കൂവ വെക്കാൻ അറിയില്ല എന്ന് ആരും പറയരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് കൂവ വെച്ച് കഴിച്ച് നോക്കണം. പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ഇടാം, ശർക്കര വേണമെങ്കിൽ ശർക്കര ഇടാം, ഏത് രൂപത്തിൽ വേണമെങ്കിൽ വെക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.